കൊള്ളാം. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ? ഒരു ഇടി വെച്ചിരും ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യമല്ല, വളരെ ഉത്തരവാദിത്തത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാങ്കുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും. മൈക്കിളല്ല, കൈമൾ മാഷ്. ആ, കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ മകന്റെ പേര്? ആ, മരിച്ചുപോയ ഉണ്ണി. മരിച്ചു പോയിന്ന് എടുത്ത് പറയണ്ട, ഉണ്ണിന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ, അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്കെങ്ങാനും കണ്ടുകഴിഞ്ഞാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ? ഞാൻ തന്നെ പോവാം. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ. എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം. നിർത്ത്. ഇത് കൈമൾ മാഷിന്റെ വീടല്ലേ? ആ, എനിക്കെങ്ങനെ അറിയാം? എങ്കിൽ എനിക്കറിയാം, ഇത് തന്നെയായിരിക്കും കൈമൾ മാഷിന്റെ വീട്. വെറുതെ തെറ്റിക്കല്ലേ? മാറേ, സൈഡ് തന്നെ, ഒരാൾക്കുള്ളൊരു വഴി തന്നെ, പ്ലീസ്. ഹലോ, ഒന്ന് നീങ്ങിയേ. ഇത് മരിച്ചുപോയ ഉണ്ണിയുടെ വീടല്ലേ? അതെ. പൈതമായി, നിങ്ങൾ ആരായിട്ട് വരും? ഉണ്ണിയുടെ അച്ഛൻ മിസ്റ്റർ കൈമൾ മാഷ്. എന്താ കാര്യം? ഈ വീടെന്താ ഡോൾബി സിസ്റ്റമാണോ? എന്താ? ഇതാണ് കൈമൾ മാഷ് അല്ലേ? എന്താ തന്റെ ആവശ്യം? ഞാൻ യൂണിവേഴ്സൽ ആൻഡ് യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളി പറഞ്ഞിട്ട് വന്നാണ്. അതായത് മരിച്ചുപോയ ഉണ്ണിയുടെ പാർട്ട്ണർ. പണമാണോ പ്രശ്നം? അതെ, അത് തന്നെയാണ് പ്രശ്നം. ആ, എങ്കിൽ ഈ ആൾക്കൂട്ടത്തിന് മുമ്പിലെ താൻ കൂടെ കയറി നിന്നു. വീട് കത്തിക്കാൻ നിൽക്കുന്നവരവരില്ല. വീട് കത്തിക്കാനോ? അതെ, താൻ കൂടെ കുടിക്കോ. എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഞങ്ങളെ കൂടെ ചുട്ടരിക്ക്. അതോടെ നിങ്ങളുടെ കടബാധ്യത തീരുമെങ്കിൽ ഒന്നടങ്കം തീരട്ടെ. ഉള്ള കാര്യം പറയാമല്ലോ, എന്റെ നീ ഒരു 10 പൈസ കൂടെ എടുക്കാനില്ല. ആത്മഹത്യ ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കില്ല. കത്തിച്ചു, ഞങ്ങൾക്കും അതൊരു പരിഹാരമാകും. ഇങ്ങോട്ടാണടാ രാവിലെ പെട്ടി നോക്കി വന്നിരിക്കുന്നു പണം വാങ്ങിക്കാൻ. എടാ, നിന്നെ പോലെ തന്നെ പണം വാങ്ങാൻ വന്നവരാണ് ഞങ്ങളും. അയ്യോ, ഞാൻ പണം വാങ്ങാൻ വന്നതല്ല, കൊടുക്കാൻ വന്നതാ, ഈ പെട്ടി ഉൾപ്പെടെ. എന്താ പറഞ്ഞേ? പണം കൊടുക്കാൻ വന്നതാണെന്ന്. ആർക്ക്? കൈമൾ മാഷിന്. ഞാൻ മലയാളത്തിലല്ലേ ആദ്യം നിങ്ങളോട് പറഞ്ഞത്? യൂണിവേഴ്സൽ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് പാലിഷ് ആയെങ്കിലും ഇപ്പൊ അത് ലാഭത്തിലാണ്. ആ കമ്പനിയുടെ ലാഭവിഹിതമാണ് ഈ പെട്ടിയില്. അന്നാ തുറക്കടാ പട്ടി ഈ പെട്ടി. ഉണ്ണിയുടെ എല്ലാ കടവും വീട്ടാനുള്ള പണം അവിടെ എത്തിക്കഴിഞ്ഞു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ജീവനും മാനവും രക്ഷിച്ചത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമസ്കാരം. ഈ സദാശിവൻ കൈമളുടെ വീടല്ലേ? എന്താ? ആ, സദാശിവൻ കൈമൾ ഒന്ന് കണ്ടേച്ചു പോകാന്ന് കരുതി. ആള് ഞാനാ. കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. ഓക്കെ, താങ്ക് യു. അല്ല, ഞാനൊരു കാര്യം അറിയാൻ വന്നതല്ലേ. നീ ഏതാടാ? രമണൻ. ഏത്? ചെങ്ങമ്പുഴയുടെ രമണനോ? ചങ്ങമ്പുഴയോ? എന്റെ വീട് കോന്നിപ്പുഴ അടുത്തല്ലേ? ഞാൻ ക്ലോസ് ആയപ്പോ ഉണ്ണിയുടെ മരിച്ച ഫ്രണ്ടാ. മരിച്ച ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ടാ. നിനക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങള് ഫ്രണ്ടുക്കളാ. ആട്ടെ, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നല്ലോ, ഉണ്ണിയുടെ മുറപ്പെണ്ണ്, മിസ്റ്റർ സുജാത. ആ എരണം കെട്ടവളുടെ പേരിവിടെ മിണ്ടരുത്. ശരി, പേര് പറയുന്നില്ല. ആ കുട്ടി ഒന്ന് കാണാൻ പറ്റും? അവളിവിടെ ഇല്ല. അവള് ഭർത്താവിന്റെ വീട്ടിലാ. ഭർത്താവാണ് പോലും. ഭർത്താവ്.
ദേ അവൻ ഇവനല്ലല്ലോ അവൻ. ഇതാരാ? നീ ഉണ്ണിയുടെ ആരാന്നാ പറഞ്ഞേ? ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഇതാരാ? അതെന്നല്ലേ ഞാൻ ചോദിച്ചത്, ഇവൻ ആരാണെന്ന്. ഇതാരാന്ന് നിനക്ക് അറിയില്ല അല്ലേ? ഇല്ല. എടാ ഇതാടാ നിന്റെ ഫ്രണ്ട് ഉണ്ണി. ഉള്ളോ റോസ്കൾ, മേലാൽ ഈ പേരും പറഞ്ഞിവിടെ വന്നാലുണ്ടല്ലോ. എടാ ചതിയാ, കൂടെ നടന്ന് ചതിക്കരുത് ആരെയും. ഒന്നും നിന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോടെങ്കിലും രക്തം നിനക്ക് മിണ്ടായിരുന്നില്ലേ? പറയടാ, നിന്റെ ഊമസ്വരൊന്നും ഞാൻ കേൾക്കട്ടെ. മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സംസാരിക്കടാ. എടാ സംസാരിക്കാൻ. എന്നോട് ക്ഷമിക്കടേ രമണ. എന്താ ഇവിടെ? കണ്ടുപിടിച്ചു. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവൻ മിണ്ടി. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ. തുണി എടുത്തിട്ടിട്ടുണ്ട്, അലക്കിക്കോ. എല്ലാം ഞാൻ അലക്കും. ഭർത്താവാണ് പോലും ഫൂ എന്നും പറഞ്ഞൊരു തുപ്പും തുപ്പി. ഏതായാലും അമ്മാവനും അവളുടെ ഭർത്താവും തമ്മിൽ തീരെ യോജിപ്പിലല്ല. അല്ലെങ്കിലും അമ്മാവന് ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പാവം കുട്ടിയവള്. എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാ മതിയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ? ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് മിണ്ടണ്ട, നമ്മ തമ്മിൽ ശരിയാവൂല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നാട്ടിലേക്ക് പോയാലേ അവരൊക്കെ നേരിട്ട് കാണാലോ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും. ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല. അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്? ഊവ്, സിഖ് മതവും സ്വീകരിച്ച് തൽക്കാലം ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്കുക. ആഹാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ ഇവളെ നിനക്ക് കെട്ടിച്ചു തരും. സത്യ പറഞ്ഞത്. ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്ക് ഇഷ്ടാണോ? അല്ല, അത് ഞാനീ ഇഷ്ടാണോ അല്ലേന്ന് പറ. ഇഷ്ടാണോ? ഇഷ്ടല്ലേ? അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല. അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി ആക്കിയതാണല്ലേ ഞാൻ ഊഹിച്ചു. എന്നെ ഇങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഞാൻ എന്റെ തുണി എന്തായാലും അവനായിട്ടുണ്ടാക്കി വെച്ച കടം പോയി കഴിഞ്ഞിട്ടാണെങ്കിലും അവൻ തന്നെ വീട്ടി. പക്ഷെ ഒരു കടം മാത്രം ബാക്കിയായി. എന്റെ മോടെ കടം ഈ അമ്മാവൻ എങ്ങനെ വീട്ടുക? നിനക്കും വേറൊരു ജീവിതം വേണമല്ലോ. കഴുത്തിലൊരു ചരട് കെട്ടിയില്ലെന്നല്ലേ ഉള്ളൂ. കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്നല്ലേ. ഒക്കെ മറക്കണം, മറന്നേ പറ്റൂ. ശ്രമിക്കാഞ്ഞിട്ടല്ല, കഴിയുന്നില്ല അമ്മാവ. ജീവൻ പോയാലും മനസ്സിൽ നോണ്ടിട്ട് പോവില്ല. എന്നാലും സന്തോഷമുള്ളൊരു ജീവിതം വേണ്ടേ എന്റെ മോക്ക്? അമ്മാവ, ഉണ്ണേട്ടന്റെ വിധവ എന്ന് പറയാനുള്ള അവകാശങ്ങൾ എനിക്ക് തന്നൂടെ? അതിനേക്കാൾ വലിയ സന്തോഷം ഒരു ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല. എന്താ, നിനക്കൊന്നും അറിയില്ലേ? അറിയാം. അവൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ട്.
പക്ഷേ അവളെ അതിര് വിട്ടിട്ടൊന്നും. ഉം. എനിക്കറിയാം എന്റെ കുട്ടിയെ. അവൻ ഗംഗാധരന്റെ ആരാന്നാ പറഞ്ഞത്? അത് അനന്തരവൻ. ഉം. തന്റെ അനന്തരവൻ എത്ര കാലമായിട്ട് തന്റെ കൂടെ ഉണ്ട്? ഒരു 30 വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ട്. അപ്പോ അവൻ എത്ര വയസ്സായി? ഒരു 27-28, അതിൽ കൂടില്ല. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പ്രായത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ കണക്ക് പറയണ സാബിന് എന്ത് മതിപ്പ് തോന്നുന്നു അതിൽ ഉറപ്പിക്കാം. പോരെ? പോരാ, എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവന്റെ അച്ഛനും അമ്മയൊക്കെ. അത് മാത്രം ചോദിക്കരുത് സാബ്, പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് വിട്. അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനാണ്. അവൻ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയത് സാബ്? എന്റെ സഹോദരിയെ കുറിച്ച് അറിയാലോ. അവൾക്ക് ആലോചനകളൊക്കെ ധാരാളം വരുന്നുണ്ട്. ഒക്കെ സ്വത്ത് മോഹിച്ച് വരുന്നവരാ. സ്വത്ത് കൈക്കലായാൽ അവൾ അവർക്കൊരു ഭാരവും. അവളെപ്പോലെ എന്തെങ്കിലും കുറവുള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർ പരസ്പരം ഭാരമാവില്ല, സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിക്കും. ഇപ്പോ താനൊന്ന് മനസ്സ് വെച്ച സംഗതി കൊള്ളാം. പക്ഷെ ഇതേ കുറവുള്ള ഒരാളെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാ എനിക്കാണെങ്കിൽ പഞ്ചാബിൽ യാതൊരു കണക്ഷനും ഇല്ല. ആകപ്പാടെ പരിചയമുള്ള സാബ. ആ, സാബിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. പഞ്ചാബിലല്ല, ഇവിടെ. തന്റെ അനന്തരവൻ. അവനെ ഞങ്ങൾക്ക് തന്നൂടെ? ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാ. പഞ്ചാബിയെന്നോ മലയാളിയെന്നോ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. സാബ് പറയുന്നത് ഈ കല്യാണം? അതെ, ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. എന്നോട് ചോദിക്കാണ്ട് എന്റെ കല്യാണം നടത്താൻ അയാൾ ആരാ? നിന്റെ അമ്മാവൻ. അമ്മാവൻ മണ്ണാങ്കട്ട. എന്റെ കല്യാണത്തിന് എന്റെ സമ്മതം വേണ്ടേ? പക്ഷെ നിന്നോട് സമ്മതം ചോദിച്ചാൽ നീ കേൾക്കൂലല്ല. കേട്ടാ തന്നെ മിണ്ടേയില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. രമണ, നിങ്ങൾക്ക് ആർക്കും എന്റെ ഗൗരവം മനസ്സിലാവുന്നിട്ടാ? ഇനി എന്ത് മനസ്സിലാക്കാൻ? മിണ്ടാതിരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ കല്യാണം നടക്കും. മിണ്ടാ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മരണവും നടക്കും. ഇതിൽ ഏത് ഓട്ടോമാറ്റിക് വേണം നീ തീരുമാനിക്കും. ആലോചിക്കാനൊന്നുമില്ല. ഇത് ശരിയാവില്ല. ഈ ബന്ധം നമുക്ക് ചേരില്ല. എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്നൊരുത്തൻ. അവനെയാണ് ഇത്രയും കാലം കാത്തിരുന്ന് പൊന്നാര പെങ്ങൾക്ക് കണ്ടുപിടിച്ചത്. അവളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാൾ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. സ്നേഹിച്ചാൽ മാത്രം മതിയോ? ജീവിക്കട്ടെ. അവൾക്കോ സംസാരിക്കാൻ കഴിയില്ല. കെട്ടുന്നവനും സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കും? എന്റെ ഈ നാവില്ലേ, അതവർക്ക് വേണ്ടി സംസാരിക്കും. എന്റെ ഈ കാതുകളില്ലേ, അതവർക്ക് വേണ്ടി കേൾക്കും. നിനക്ക് എടാ, ഈ വീട്ടിൽ ആരെങ്കിലും ഇവരെ തെറ്റ് ചെയ്താൽ നീയാണ് അവരെ ശിക്ഷിക്കുന്നത്. ഒരക്ഷരം പോലും എതിര് പറയാതെ ഞാനും അത് അനുസരിച്ചിട്ടുണ്ട്. ഇപ്പൊ തെറ്റ് ചെയ്യാൻ പോകുന്നത് നീയാണ്. നീ അനുഭവിക്കും. ഈ മനീന്ദ്ര സിംഗ് ആണ് പറയുന്നത്. നീ ഒരുപാട് അനുഭവിക്കും. അനുഭവിച്ചോളാം, എതിർക്കില്ല. ഈ സ്വത്ത് മുഴുവൻ ചാച്ചാജിയുടേതാണ്. ഒക്കെ തിരിച്ചേൽപ്പിക്കാം. ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. ഈ പന്തലിൽ വെച്ച് അവളുടെ കല്യാണം നടത്താനുള്ള സാവകാശം മാത്രം കിട്ടിയാൽ മതി എനിക്ക്. നീ എന്താ പറഞ്ഞത്? നീ നോക്കി നടത്തിയതെല്ലാം, നീയായിട്ട് വലുതാക്കിയെല്ലാം ഇട്ടിട്ട് പോവാന്നോ? ഈ സ്വത്തുക്കളെല്ലാം കിട്ടിയിട്ട് കിഴവൻ എന്തിനാടാ? നിന്നെക്കാൾ വലിയൊരു സ്വത്ത് എനിക്ക് വേറെ ഏതാ ഉള്ളത്? നമുക്ക് ചതുവ് പറ്റിക്കൂടാ. നമ്മുടെ മോക്ക് ചതുവ് പറ്റിക്കൂടാ. അതുകൊണ്ടാ ചാച്ചാജി പറഞ്ഞത്. ഇല്ല ചാച്ചി, അവൻ നമ്മളെ ചതിക്കില്ല, എനിക്കുറപ്പാ. ഭയ്യ, ഭയ്യ, ഭയ്യാന്ന് വിളിക്കാൻ യോഗ്യത എനിക്കില്ല.
ഇത്രയും നാളും ഞാനൊന്നും കേൾക്കാതിരുന്നതാ, ഒന്നും മിണ്ടാതിരുന്നതാ. എന്റെ ഗതികേടും ചാച്ചാജി, ഞാൻ എന്റെ നിവൃത്തികേടുകൊണ്ട് ഞാൻ... അതേടാ, നിവൃത്തികേട് കൊണ്ട് ആരും ചെയ്യുന്ന പണിയാണിത്. ആൾമാറാട്ടം, മോഷണം, അങ്ങനെ പലതും. പക്ഷേ നിനക്ക് സ്ഥലം തെറ്റിപ്പോയി. ഞങ്ങളോട് കളിച്ചാലുള്ള പലതും അറിയോ നിനക്ക്? ഇപ്പൊ മനസ്സിലായില്ലേ ഇവന്റെ തലനിറം? ഇനിയും നിന്റെ പെങ്ങൾക്ക് ഇവ തന്നെ മതിയെങ്കിൽ കെട്ടിച്ചു കൊടുക്ക്, കെട്ടിച്ചു കൊടുക്കണ. എന്റെ പെങ്ങൾക്ക് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിനക്കെങ്കിലും വയ്യാന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഇപ്പൊ ഞാൻ ആ വിളി കേട്ടത് ഒരു കൊള്ളന്റെ നാവിന്നാണ്. പറയൂ, എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? വയ്യ, എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാം, എന്നോട് ചെയ്തൊക്കെ ക്ഷമിക്കാം. പക്ഷെ എന്റെ പെങ്ങളുടെ മനസ്സിലിടം കിട്ടാൻ വേണ്ടി അവളെ നീ വിശ്വസിപ്പിച്ചില്ലേ? സംസാരിക്കില്ല എന്നും കേൾക്കില്ല എന്നും. ആ ചതി ഞാൻ പൊറുക്കില്ല. ഇനി നീ സംസാരിക്കില്ല ഒരിക്കലും. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അതിന് അവകാശമുണ്ട്. ഏത് വേദനയും ഞാൻ സഹിക്കാം. പക്ഷേ ഇപ്പൊ പറഞ്ഞില്ലേ അവളെ ഞാൻ ചതിച്ചു എന്ന്? അത് ഞാൻ സഹിക്കില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ചതിച്ചിട്ടില്ല. അവൾക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം. അവൾക്കറിയാവുന്ന പോലെ എന്നെ ലോകത്ത് മറ്റാർക്കും അറിയില്ല. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ, അവളും കൂടി ചേർന്നാണ് എന്നെ വെട്ടിയാക്കിയതെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു പെങ്ങളില്ല. വയ്യ, അവളെ ഉപദ്രവിക്കരുത്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. വയ്യ അറിയണം, സംഭവിച്ചെല്ലാം വയ്യ അറിയണം. ബേട്ടി, എന്താ ഇത്? നോക്ക്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഒരാളെ സഹായിച്ചു. ഈ വീടിന് മുന്നിൽ വന്ന് കരഞ്ഞിട്ടുള്ളവരെയെല്ലാം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതേ നീയും ചെയ്തുള്ളൂ. നിന്റെ ഇഷ്ടം ഏതാണോ അതേ നടക്കൂ. നിന്റെ സന്തോഷത്തൊക്കെ വലുതായിട്ട് ഈ പയ്യക്ക് വേറെ എന്താ ഉള്ളത്? അവനെല്ലാം ഞങ്ങളോട് പറഞ്ഞു. എല്ലാം. അവൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. ഞങ്ങൾക്ക് ബോധ്യമായി.